ഹായ് ഗൈസ്. സോ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. കുറേ കാലം ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ഗ്യാപ്പ് വന്ന സമയത്ത് കുറേ ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ Q&A ഇൻസ്റ്റയിൽ ഞാൻ Q&A ഇടുന്ന സമയത്ത് അതിൽ ചോദിച്ചിട്ടും നമ്മുടെ നിലവിൽ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോക്ക് താഴെ കോമന്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്താ വീഡിയോ ഇടാത്ത വീഡിയോ. സോ ആ ചോദിച്ച എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. കാരണം നിങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്താണ് വീഡിയോ എടുക്കാൻ. അപ്പൊ അതിന്റെ ആൻസർ കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ വീഡിയോ എടുത്തത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാനും ഇത് എഡിറ്റ് ചെയ്യാനും ഇതിൽ ഇരിക്കാനുള്ള ഒരു ടൈം പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വർക്ക് കഴിഞ്ഞിട്ടും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തുമ്പോൾ വളരെ ലേറ്റ് ആവും. പിന്നെ അതുമല്ല ഞാൻ എത്തുമ്പോൾ ആകെ ടയർഡാവും. പിന്നെ രാവിലെ എണീറ്റ് പോകും. ആ ഒരു റുട്ടീൻ ഇങ്ങനെ പോയതുകൊണ്ട് എനിക്ക് ഇതിൽ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ടൈം കിട്ടില്ല. സോ ഞാൻ ഇങ്ങനെ വിചാരിക്കും നാളെ തുടങ്ങാം അല്ലെങ്കിൽ ഇന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനുള്ള ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ലാപ്പ് ഉണ്ടാവില്ല, ലാപ്പ് ഓഫീസിൽ വെച്ച് മറക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടിതായി. അപ്പൊ രണ്ടാമത് നമ്മൾ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ എപ്പിസോഡ് നമ്പർ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടണില്ല. നമ്മളെല്ലാ വീഡിയോയിലും സ്റ്റാർട്ടിങ്ങിൽ ഒരു എപ്പിസോഡ് നമ്പർ പറയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 or 13 എന്താണ് ലാസ്റ്റ് നമ്മൾ ചെയ്തത്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിവേ നമുക്കിപ്പം വീണ്ടും തുടങ്ങാം. അപ്പൊ നമുക്കിപ്പം ഒരു എപ്പിസോഡ് ഇതിൽ ഞാൻ പറയുന്നില്ല, അടുത്ത വീഡിയോ മുതൽ ഞാൻ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ പറയാം. അപ്പൊ കുറെ കാലം ഈ കോഡ്സും റൈറ്റിങ്സും ഒന്നും കേൾക്കാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കോഡ്സും റൈറ്റിങ്സ് ഒക്കെ നോക്കാം. അപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിലെ ഫസ്റ്റ് കോട്ട് ആരതാണ്, എന്താണ്? ലെറ്റ്സ് സീ. TE.aesthetic എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നുണ്ട് പേജ്. പക്ഷെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തത്. മേ ബി ഒരു യുണീക് സ്റ്റൈലിൽ കൊടുത്തതാണ് കേട്ടോ. TE.aesthetic എന്ന് പറയുന്നൊരു പേജാണ് പോസ്റ്റ് ചെയ്തത്. ദാറ്റ് മൊമെന്റ്, അയ്യോ അത് മിസ്സായി പോയി. ഓക്കെ. ദാറ്റ് മൊമെന്റ് വെൻ യു റിയലൈസ് ഫ്രം ടുമാറോ ഇറ്റ്സ് ഓൺലി, എന്താണ് അത് മിസ്സായി പോയി. ദാറ്റ് മൊമെന്റ് വെൻ യു റിയലൈസ് ഫ്രം ടുമാറോ ഇറ്റ്സ് ഓൺലി വീഡിയോ കോൾസ് കീപ്പിംഗ് യു. അയ്യടാ അതെനിക്ക് കിട്ടുന്നില്ലല്ലോ. That moment when you realize from tomorrow it's only video calls keeping you close. Oh, സത്യല്ലേ. എൻ്റെ ഒക്കെ ക്ലോസ് ആയ ചില ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ അബ്രോഡാണ് ജോലിക്ക് പോയത്. 2 വർഷം 2.5 വർഷത്തിന് ശേഷം ഇവർ വരിക. വീഡിയോ കോൾ, സത്യം വീഡിയോ കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വരെ കാണാത്ത ഒരു ഓപ്ഷനും ഇല്ല ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ. മീൻസ് ഓപ്ഷൻ ഇല്ലാന്ന് ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് വരണം. പക്ഷെ എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കില്ല, നമ്മളെ കൂടെ അത്രയും ഉണ്ടായ ആളുകളൊക്കെ എന്താ പറയാ, ലൈഫിൽ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് മാറുന്ന സമയത്ത് ഓരോരുത്തർ പോവാണ് പല നാടുകളിലേക്ക്. ചിലർ പഠിക്കാൻ, ചിലർ ജോലിക്ക്, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആകെ പിന്നെ അവരെ കണ്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആകെ ഉള്ളത് ഈ വീഡിയോ കോൾസാ. ഈ വീഡിയോ കോൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നതാണ് ദാറ്റ് മൊമെന്റ്. അതായത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നാളെ മുതൽ നമ്മളെ അടുത്തിരുത്തുന്നത് വീഡിയോ കോൾ ആണെന്ന്. അല്ലെ, അത്രയും കാലം നമ്മളെ കൂടെ ഒരുമിച്ചിരുന്ന് ഇപ്പൊ ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഒരുമിച്ച് പോയ ആളുകളൊക്കെ ഒരു സമയം മുതൽ നമ്മൾ അറിയാണ് ഇനി അതേപോലെ കൂടെ ഇരിക്കാനും കാണാനൊക്കെ വർഷങ്ങൾ വേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. 2 വർഷത്തിന് ശേഷം ചിലപ്പോൾ ഒരുങ്ങി വരിക. പക്ഷെ ഒരു വരുന്ന സമയത്ത് നമ്മളിവിടെ ഇല്ലെങ്കിലോ ആ ഒരു വല്ലാത്ത മൊമെന്റ് തന്നെ പോലെ. അടുത്തതെന്ന് പറയാം, ഫിറ്റ് വിത്ത് അനുരാഗ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. പീക്ക് മെയിൽ എക്സ്പീരിയൻസ് സിറ്റിംഗ് ഇൻ കാർ ഫോർ 30 minutes ആഫ്റ്റർ റീച്ചിങ് ഹോം. സത്യം ഞാനൊക്കെ ഇരിക്കലുണ്ട്. ഒരു സമയം മുതലുണ്ടല്ലോ നമ്മളിങ്ങനെ നമ്മൾ വർക്ക് കഴിഞ്ഞൊക്കെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാ. ഫീമെയിൽസിനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മെയിൽ എക്സ്പീരിയൻസിൽ എന്തായാലും ഡാം ഷുവർ ആണത്. കാരണം ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണത്. നമ്മളിങ്ങനെ ഇരിക്കും, ആ ഒരു ഇരുത്തത്തിൽ എന്താ ഇപ്പൊ പറയാ, നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് ആണോ അല്ലെങ്കിൽ റിയാലിറ്റി നമ്മളിങ്ങനെ ആലോചിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിക്കും പല കാര്യങ്ങളും. ലൈഫിലെ ഇനി വരാൻ പോകുന്ന സമയത്തെക്കുറിച്ചും നിലവിലുള്ള സമയത്തെക്കുറിച്ചും എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങളും
പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ എവിടെയെങ്കിലും എത്തിയോ, എന്തെങ്കിലും അച്ചീവ് ചെയ്തോ, വെറുതെ ആയിപ്പോയോ, അങ്ങനെ ലൈക്ക് ഒരു പ്ലെൻറ്റി ഓഫ് തോട്ട്സ് ആണ് നമ്മളെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഓടുക ആ ഒരു സമയത്ത്. ലൈക്ക് ആ ഒരു കാറ് നിർത്തിയിട്ട് കാറിന്ന് ഇറങ്ങുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്, ഇങ്ങനെ ഇരുന്നൊരു ഇരുത്തം. ആ ഒരു ഇരുത്തത്തിൽ ഞാൻ അനുഭവിച്ചവർക്ക് അറിയാട്ടോ, കുറെ ആളുകൾ ഇരിക്കുന്ന ഇരുത്താവും അത്, ഉറപ്പാണ്. ഇത് 100 കണക്കിന് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റീച്ച് നോക്കാം നമുക്ക്. അയ്യോ കിട്ടുന്നില്ല, ഇപ്പോൾ പക്ഷെ നല്ല റീച്ച് ഉണ്ടാവും കേട്ടോ. അടുത്തത് ജലീൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആവുന്നുണ്ട്, ഒരു പേഴ്സണൽ അക്കൗണ്ട് ആവുന്നുണ്ട്. ജലീൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ട് പോസ്റ്റ് ചെയ്ത പോയിന്റ് ഓഫ് വ്യൂ, പീസ്ഫുള്ളി എൻജോയിങ് ദ മൊമെന്റ്, സഡൻലി ദ മെമ്മറീസ്. അയ്യോ പോയല്ലോ. ജലീൽ ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത പോയിന്റ് ഓഫ് വ്യൂ, പീസ്ഫുള്ളി എൻജോയിങ് ദ മൊമെന്റ്, സഡൻലി ദ മെമ്മറീസ് കെയിം ഇൻ യുവർ മൈൻഡ്. ചില സമയത്ത് ചില ആളുകൾക്ക് വരുന്ന കേട്ടോ, അതായത് നമ്മളിങ്ങനെ ഏതൊരു മൊമെന്റിലാണെങ്കിലും ആ മൊമെന്റ് ഇങ്ങനെ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്ന സമയത്താവും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തോട്ട്, ഒരു പാസ്റ്റ് മെമ്മറി നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഹിറ്റിങ് വരിക. ആ ഒരു ഹിറ്റിങ് വരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ, നമ്മൾ എൻജോയ് ചെയ്ത മൊമെന്റ് പോലും പിന്നീട് നമുക്ക് ആ ഒരു എൻജോയ്മെന്റിൽ കിട്ടൂല. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ആ ഒരു സ്റ്റേജേ മാറിയിട്ട്, ഐ മീൻ ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറിപ്പോ. നമ്മളിങ്ങനെ ഏതൊരു വൈബിലായിക്കോട്ടെ, നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന സമയത്താവും ചിലപ്പോൾ എന്തെങ്കിലും പണ്ടെപ്പോഴെങ്കിലും നടന്നൊരു ഇൻസിഡന്റിൽ മേ ബി ഒരാളെ ലൈക്ക് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ആ ഒരാളെ എന്തെങ്കിലും മെമ്മറീസ് ചിലപ്പോൾ നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് അവിടെ വെച്ച് മാറിപ്പോകും. കുറെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് എൽകാർഡോസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത സ്റ്റാർട്ടിങ് സൈഡ്, എൽകാർഡോസ് എന്ന് പറയുന്ന പേജ് പോസ്റ്റ് ചെയ്ത വൺ തിങ് ഐ വിൽ നെവർ സീ അഗെയിൻ, us together in the same class. ഒരു ടൈമാട്ടോ ഈ അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ 10th കുറിച്ച് പറയും, കുറെ ആൾക്കാർ +2 കുറിച്ച് പറയും, ലൈക്ക് ഡിഗ്രി പറയുന്നവരൊക്കെ ഉണ്ട്. ബട്ട് എല്ലാ അക്കാഡമിക് ലൈഫിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അതായത് നമുക്ക് ഇനി ഒരിക്കലും ആ ഒരു ലൈഫ് ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കുക. ദോസ് വർ ദ ബ്യൂട്ടിഫുൾ ഡേയ്സ്. അത് സത്യമാണ്. 10th കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 10th വരെയുള്ള ഒരു ലൈഫ് സച്ച് എ ബ്യൂട്ടിഫുൾ. +2 എത്തുന്ന സമയത്ത്, +2 കഴിയാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിരുന്നു. ചില ആളുകൾക്ക് പക്ഷെ ഡിഗ്രിയിലേക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അക്കാഡമിക് ലൈഫിൽ ആ ഒരു ജോളി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഗ്രി വലിയൊരു ജോളി ഒന്നുമില്ലായിരുന്നു. ബട്ട് +2 സീരിയസ്ലി ലൈക്ക് 10th വാസ് ഓക്കെ. ബട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ കൂടുതലും എൻജോയ് ചെയ്തതും ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കൊരു അടിപൊളിയാണെന്ന് തോന്നുന്നതും +2 ലൈഫാണ്. +2 വേറെ തന്നെയാണ്. അതിൽ ഇപ്പോൾ +1 കയറുന്ന സമയത്ത് സീനിയേഴ്സ് ആയിക്കോട്ടെ, +2 എത്തുന്ന സമയത്തുള്ള ജൂനിയേഴ്സ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ NSS ഉണ്ടാവുന്ന എനിക്ക് ക്യാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം NSS ഉള്ളവർക്ക് അറിയാം അതിൻ്റെ അത്രത്തോളം അടിപൊളിയാണ് ക്യാമ്പ് എന്നൊക്കെ. അപ്പൊ ക്യാമ്പിനൊക്കെ സമയത്തുണ്ടല്ലോ. പിന്നെ അതുപോലെ ആ ഒരു +2 ക്ലാസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതൊരു അടിപൊളി ക്ലാസ് റൂമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കാലം പഠിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സും എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടം തോന്നിയ ക്ലാസ്സും എൻ്റെ +2 ക്ലാസ്സാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ക്ലാസ്. ഇന്നും ഞാൻ പറയും ആ ഒരു കണക്ഷൻ, ആ ഒരു +2 എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണക്ട് ആയ ആളുകളാണ് ഇന്നും എൻ്റെ ലൈഫിലെ എന്താ പറയാ എനിക്ക് കൂടുതൽ വാല്യൂ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഐ മീൻ ഫ്രണ്ട് സർക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളിൽ വരുന്ന ആളുകളാണ് എൻ്റെ +2 എൻ്റെ കൂടെ ഉണ്ടായ ആളുകളാണ്. പക്ഷെ ഈ റിയലൈസേഷൻ വരുന്നൊരു പോയിന്റ് കേട്ടോ, അതായത് ഇനി നമ്മൾ ഒരിക്കലും കാണില്ല ആ ക്ലാസ് റൂമിൻ്റെ അകത്ത്. ശരിയല്ലേ? നമ്മൾ ഒരുമിച്ച് ഞാൻ ക്ലാസ് റൂമിൻ്റെ അകത്ത് ആ ഒരു ക്ലാസ്, ആ ഒരു ഫാമിലി, ആ ഒരു ഗ്യാങ്, ആ ഒരു ടീച്ചേഴ്സ്, ആ ഒരു മൊമെന്റ്, അതൊന്നും ഇനി നമുക്കില്ല എന്നറിയുന്നൊരു പോയിന്റ് വരും നമ്മളെ ലൈഫിൽ. അത് കഴിയാൻ നേരത്ത്
അത് ഭയങ്കരമായിട്ട് കൊള്ളും നമ്മുടെ ഉള്ളിൽ. ഇപ്പോൾ 10th ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഏതൊരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാസ് റൂമും ഫ്രണ്ട്സും ടീച്ചേഴ്സും കണക്ഷൻസും എൻജോയ്മെൻറ്റും ചിരിയും കളിയും തമാശയും അടിയും പിടിയും എല്ലാം ഇനി ഒരുമിച്ച് ആ ഒരു ക്ലാസ് റൂമിൻ്റെ അകത്തില്ല എന്നറിയുന്നൊരു പോയിന്റ് വരും. അത് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് പാർട്ടാണ്. അടുത്തത് ഷക്രാഷ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. ജോലി തീരില്ല പക്ഷേ ഈ പ്രായം തീരും. സത്യം ഒന്ന് ആലോചിച്ച് കറക്റ്റാണ്. ഷക്രാഷ് എന്ന് പറയുന്ന പേജ് പോസ്റ്റ് ചെയ്തതാണ്. ജോലി തീരില്ല പക്ഷേ ഈ പ്രായം തീരും. ശരിയല്ലേ? നമ്മളിങ്ങനെ ഓക്കെ ഈ ജോലി കഴിഞ്ഞിട്ട് ചെയ്യാം, ഓക്കെ എൻ്റെ ഈ ജോലി കഴിഞ്ഞിട്ട് അത് ചെയ്യാം, ഈ ജോലി കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം, അങ്ങനെ ജോലി തീർന്നിട്ട് എന്ന് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകണമെന്നില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. എല്ലാത്തിനും നമ്മൾ ടൈം കണ്ടെത്തി നമ്മൾ ചെയ്യാന്നല്ലാണ്ട് ജോലി തീർന്നിട്ടേ അത്. ഇപ്പൊ ഈ ആനന്ദം എന്ന് പറയുന്ന മൂവിയിൽ ആ ഒരു ജോസേട്ടൻ ഉണ്ടല്ലോ, അവർ ടൂറ് പോകുന്ന ബസ്സിന്റെ ഡ്രൈവർ ചേട്ടൻ, പുള്ളി ലൈക്ക് അതിൽ വരുന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളോട് പറയുന്നുണ്ടല്ലോ, ഓനെ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് സമയം കിട്ടൂല. ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നത് വളരെ വലിയൊരു ഫാക്റ്റാണെന്ന്. അതായത് നമ്മളൊക്കെ മറന്നു പോകുന്ന, ലൈക്ക് നമ്മൾ എന്താ പറയാ, റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിൽ നമുക്ക് മിസ്സായി പോകുന്ന ഒരു ബിഗ് ഫാക്റ്റാണ് നമ്മളെ ലൈഫിലെ. ജോലി തീർന്നിട്ട് എല്ലാം ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രായം ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും, നമ്മളൊന്നും ചെയ്യാനും കഴിയില്ല. സോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതാത് പ്രായങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് തീർക്കാന്നുള്ളൂ. ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ പുറകോട്ട് നോക്കുന്ന സമയത്ത് റിഗ്രറ്റ് അടിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു സമയത്ത് നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് സമയം കണ്ടെത്തി പല പല കാര്യങ്ങളും ചെയ്യുന്നതും അച്ചീവ് ചെയ്യുന്നതൊക്കെ. സോ ജോലി തീർന്നിട്ട് എന്നല്ല, ജോലി ഉണ്ടെങ്കിലും ജോലിക്കിടയിലാണെങ്കിലും, അതായത് നമ്മൾ ടൈം കൊടുക്കുക എല്ലാത്തിനും. നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ അത്രയും കാര്യങ്ങൾക്ക് ടൈം ഉണ്ട്. ടൈം കണ്ടെത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക. വലിയൊരു ഫാക്റ്റാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിന്റെ അർത്ഥം മനസ്സിലാവും എല്ലാവർക്കും. അടുത്തത് റിസ്വാന എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. എത്ര നാൾ ഇങ്ങനെ കാത്തിരിക്കും സ്വന്തമാകുന്നത് വരെ. എന്താ കാത്തിരിക്കുന്നവർക്ക് ഹയർ ആണെങ്കിൽ കിട്ടട്ടെ. നല്ല കാത്തിരിപ്പാണെങ്കിൽ, സത്യസന്ധതയുള്ള കാത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ, അവർ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ സ്നേഹമാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ അത് നടക്കട്ടെ. ഉള്ളിൽ കള്ളം വെച്ചിട്ടുള്ള ഒരു കാത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ അത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സോ ഇൻഷാ അല്ലാഹ് ഞാനും പ്രാർത്ഥിക്കുന്നു നല്ല കാത്തിരിപ്പുകളെല്ലാം നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അവസാനിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ആ കാത്തിരിപ്പുകൾ ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ ഒന്നിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് നല്ല കാത്തിരിപ്പുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഒത്തുചേരൽ ഉണ്ടാവട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഉള്ളിൽ കള്ളവും പുറത്ത് നല്ലതും കാണിക്കുന്നതാണെങ്കിൽ അത് തട്ടിപ്പോട്ടെ. അത് തട്ടിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കും അവർക്കും. അടുത്തത് ഫിന 93 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ഈദ് ഈസ് കമ്മിങ്, ആർ യു ഹാപ്പി? യാ ഹാപ്പി, ബട്ട് ദർ ഇസ് നോ ഓൾഡ് എക്സൈറ്റ്മെന്റ്. എൻ്റെ കാര്യത്തിലും ഓൾമോസ്റ്റ് കറക്റ്റ് ആണത്. പണ്ടൊക്കെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇനി ചെറിയ പെരുന്നാളായിക്കോട്ടെ വലിയ പെരുന്നാളായിക്കോട്ടെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ ഇപ്പം ലൈക്ക് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ലൈക്ക് ഐ ആം ഓക്കെ. പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നും അല്ല ഇപ്പോൾ. ലൈക്ക് ഇങ്ങനെയൊക്കെ ഈദ് വരുന്ന, അതായത് പണ്ട് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലാകുന്നതിന് മുൻപുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ടുള്ള ഒരു ടൈം. ആ ഒരു സമയത്ത് പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റാ. 2 മാസം കഴിഞ്ഞിട്ട് പെരുന്നാളാന്ന് പറയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് എടുക്കാൻ പോവാ ഫ്രണ്ട്സിന്റെ കൂടെ, ഇതിനൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെരുന്നാളിന്റെ അന്ന് അങ്ങോട്ട് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയുള്ള ഒരു ഡേ ആയിരുന്നു. പക്ഷെ പിന്നെ ഒരു പോയിന്റ് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതിന്റെ ഇടയിൽ എക്സൈറ്റഡ് ആവാൻ മറന്നു പോവാണോ അത് എക്സൈറ്റ്മെന്റിന് വാല്യൂ ഇല്ലാതാവുകയാണോ എന്ന് അറിയാതാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ മാക്സിമം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ട്രൈ ആക്കും ലൈക്ക് എക്സൈറ്റഡ് ആവാൻ.
പക്ഷെ എല്ലാ സമയത്തും ഒരു മനുഷ്യർക്ക് ഒരേപോലെ ആകാൻ പറ്റണമെന്നില്ലല്ലോ. ആ ഒരു പോയിന്റിൽ ഞാനും ഇരിക്കാറുണ്ട്. ബട്ട് എനിവേ എല്ലാവരും പഴയതുപോലെ ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ആവാൻ വേണ്ടി നോക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് സമയമല്ല, നമ്മുടെ ലൈഫാണ്. ഞാനും ചിന്തിക്കാറുണ്ട്. അടുത്തത് ബിൽജോ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, ഹോൾഡ് ഓൺ ടൈറ്റ്, യുവർ ഗുഡ് ഡേയ്സ് ആർ ഫാർ അവേ. പിടിച്ചു നിൽക്ക്, നല്ല കാലം വിദൂരമല്ല. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയല്ലേ നമ്മളെല്ലാവരും പോണതല്ലേ. എന്തൊക്കെ പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കുക, രക്ഷപ്പെടും. നമുക്കൊരു നല്ല കാലം വരും. നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അത്രയും ജെന്യൂൻ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിൽ അത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം വൺ ഡേ അതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. നല്ല കാലം വരട്ടെ, നല്ല കാലം വിദൂരമല്ല. യെസ്. സോ നമ്മുടെ ഈ റീസ്റ്റാർട്ടിങ് എപ്പിസോഡുകളിലെ ലാസ്റ്റ് കോട്ടമ്മൻ എന്താ നമുക്ക് നോക്കാം. ഇത് ലൈക്ക് കൊളാബ് ചെയ്തിട്ടാട്ടോ. മിസ്റ്റർ ഗുപ്താജി 08 ആൻഡ് മിസ്റ്റർ ഗുപ്താജി സ്കെച്ചസ് എന്ന് പറയുന്ന 2 പേജുകൾ തമ്മിൽ കൊളാബ് ചെയ്തിട്ടതാണ്. എന്താ പറയുക, someone once asked, why are you always available, therefore എന്താണ് മിസ്സായി പോയി, why are you always available there for anyone? I replied, because I know how it feels when no one is there for you. ഇത് പല ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കൂടെ ആരും ഇല്ലാത്ത സമയത്ത് അനുഭവിച്ച വേദന അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. ആ ആളോട് മറ്റൊരാൾ എന്തെങ്കിലും അയാളുടെ ലൈഫിലെ ഹാർഡസ്റ്റ് പാർട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് പരമാവധി കേട്ടിരിക്കാനും മനസ്സിലിരിക്കാനും ഈ ഒരാൾ ശ്രമിക്കും. കാരണം ഒരു സമയത്ത് ഈ ഒരാളും ആഗ്രഹിച്ചിട്ടുണ്ടാകണം അങ്ങനെ ഒരാൾ കേട്ടിരിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുക. സോ അങ്ങനെ ഒരാളില്ലാതാകുന്ന സമയത്ത് ചില ആളുകൾക്ക്, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ബട്ട് ചില ആളുകൾക്ക് അതൊരു എന്താ പറയുക, ഭയങ്കര സ്ട്രഗ്ലിങ് സ്റ്റേജ് ആയി പോകും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരോടും. ലൈക്ക് ഞാൻ ഇപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മാക്സിമം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കുക, ഒരാളിൽ ഡിപ്പെൻഡ് ആവാതിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം ഒരാളെ ആശ്രയിക്കുന്നോ അത്രയും നമുക്കത് നെഗറ്റീവായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ ബാധിക്കുകയുള്ളൂ. വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഓക്കെ, നമ്മളൊരാളോട് ഷെയർ ചെയ്ത്, നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അതും ഷെയർ ചെയ്ത്, മൂന്നാമതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യാനും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനും ആ ഒരാളില്ലെങ്കിൽ നമ്മളെ വല്ലാതെ ബാധിക്കും. പിന്നെ അതാവും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ മാക്സിമം ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കുക. ലൈഫാണ്, പല പ്രശ്നങ്ങളും വരും. എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ആർക്കും സൊല്യൂഷൻസ് പറഞ്ഞു തരാനും കഴിയണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ ലൈഫ് ജീവിച്ചേ പറ്റൂ, പ്രശ്നങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ. സോ മാക്സിമം ഹാൻഡിൽ ചെയ്ത് പഠിക്കുക എല്ലാ കാര്യങ്ങളും. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് ധൈര്യം വരും. ഹാൻഡിൽ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഡിപ്പെൻഡഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം വരാൻ കുറേ സമയം എടുക്കും. സോ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്ന് വായിച്ച കോട്ട്സും റൈറ്റിങ്സ് എല്ലാം വളരെ നല്ലതായിരുന്നു. റീസ്റ്റാർട്ടിങ് എപ്പിസോഡിൽ നല്ല റിയലൈസേഷൻ കിട്ടുന്ന, അങ്ങനെ തന്നെ പറയാം, റീസ്റ്റാർട്ടിങ് എപ്പിസോഡിൽ റിയലൈസേഷൻ കിട്ടുന്ന ഒരുപാട് റൈറ്റിങ്സ് ആണ് ആക്ച്വലി നമ്മളിന്ന് വായിച്ചത്. പൊതുവെ നമുക്ക് കൂടുതലും ഈ പ്രണയം, ലൈക്ക് അതുപോലെ തന്നെ കണക്ഷൻസ്, അതിന്റെ റീൽസ് ആണ് കൂടുതൽ നമ്മൾ വായിക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് അതിനേക്കാൾ മീനിങ് ആയിട്ടുള്ള, അതിനേക്കാൾ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് മീനിങ് ആയ നല്ല നല്ല കോട്ട്സും റൈറ്റിങ്സും കിട്ടി. സോ അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആകും ഞാൻ വിചാരിക്കുന്നു. എനിവേ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യും. നാളെ മുതൽ നമുക്ക് വീണ്ടും അപ്ലോഡിങ്സ് ഒക്കെ ഉണ്ടാകും. സോ പഴയതുപോലെ നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തോ അത്രയും ഇനിയും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.